JEE Mains 2026 January 22nd ഷിഫ്റ്റ് 2-ലെ തേർഡ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യൻ സം ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രിയിൽ നിന്ന് ലിമിറ്റിംഗ് റിയേജന്റെ ടോപ്പിക് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ആണ്. എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? A+2B gives AB2. 36 gram of A and 56 gram of B. മോളിക്കുലാർ വെയിറ്റ് റെസ്പെക്റ്റീവ്ലി എൻ്റെത് 60 ഗ്രാം ആണെന്നും മോളിക്കുലാർ മാസ് ഓഫ് ബി എന്ന് പറയുന്നത് 80 ഗ്രാം ആണെന്നും ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ആർ അലൗഡ് ടു റിയാക്ട് വിച്ച് ആർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്. സ്റ്റേറ്റ്മെന്റ് 1 പറഞ്ഞിരിക്കുന്നത് എ ഈസ് ലിമിറ്റിംഗ് റിയേജന്റ് എന്നാണ്. സ്റ്റേറ്റ്മെന്റ് 2 പറഞ്ഞിരിക്കുന്നത് 77 ഗ്രാം ഓഫ് AB2 ഈസ് ഫോംഡ്. സ്റ്റേറ്റ്മെന്റ് 3 നോക്കാം. മോളിക്കുലാർ മാസ് ഓഫ് AB2 ഈസ് 140 ഗ്രാം പെർ മോൾ എന്നാണ്. ആൻഡ് സ്റ്റേറ്റ്മെന്റ് ഡി നോക്കുക. That is 15 gram of A left unreacted after the completion of reaction. Choose the correct answers from the options given below. അപ്പോൾ ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നാണ് നമ്മളോട് ചോദ്യം. നമുക്ക് ആദ്യം മോളിക്കുലാർ മാസ് തന്ന സ്ഥിതിക്ക് ആക്ച്വലി മോളിക്കുലാർ മാസ് ഓഫ് AB2 കാണാം. മോളിക്കുലാർ മാസ് ഓഫ് AB2 is equal to AB2 മോളാർ മാസ് എന്ന് പറഞ്ഞാൽ A പ്ലസ് 2Bന്റെ മാസാണ് നിങ്ങൾ എടുക്കേണ്ടത്. എന്റെ മാസം നമുക്കറിയാം 60 ആണ്. പ്ലസ് 2Bയുടെ മാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 80 എത്ര വരും മക്കളെ? ദാറ്റ് വിൽ ബിക്കം 80 160 വരും. എന്ന് പറഞ്ഞാൽ AB2ന്റെ മാസ് 220 ആണ്. അപ്പൊ തന്നെ നമുക്ക് ആക്ച്വലി ഓപ്ഷൻ സി എന്ന് പറയുന്നത് നെഗ്ലക്ട് ചെയ്യാം. അപ്പൊ സി ശരിയല്ല എന്ന് നമുക്ക് ആദ്യമേ മനസ്സിലായി. കാര്യമായി നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് പങ്കെടുക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് സി ശരിയായിരിക്കില്ല എന്ന് മനസ്സിലായി. ഇനി ബാക്കിയുള്ള നമുക്ക് കാണണം. എ ആണോ ലിമിറ്റിംഗ് റിയേജന്റ്, ബി ആണോ, ബിന്റെ വെയിറ്റ്, ബി എന്ന് പറഞ്ഞ ഓപ്ഷൻ ശരിയാണ്, AB2ന്റെ വെയിറ്റ് 77 ഗ്രാം ആണോ ഉണ്ടായത് എന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് അതിലേക്ക് പോവാം. നമ്മളെ റിയാക്ഷൻ തന്നിരിക്കുന്നത് എന്താണ്? A+2B gives AB2 എന്നാണ് അല്ലേ? അപ്പൊ എ ഇവിടെ എത്രയുണ്ട്? 36 ഗ്രാം ഉണ്ട്. ബി ഇവിടെ എത്രയുണ്ട്? 56 ഗ്രാം ഉണ്ട് ആണല്ലോ. അപ്പൊ എ ഡിവൈഡ് ബൈ മോളിക്കുലാർ മാസ് ചെയ്യുന്നു, 60 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, നിങ്ങൾക്ക് 0.6 എന്ന് കിട്ടും. ബി ഡിവൈഡഡ് ബൈ അതിന്റെ വെയിറ്റ് ആക്ച്വലി 80 കൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്യുന്നു, അപ്പോൾ 0.7 കിട്ടും. ഇതിന് ഞാൻ ഇതിന്റെ സ്റ്റോഷിയോമെട്രി കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. എന്റെ സ്റ്റോഷിയോമെട്രി 1 ആണ്, ബിന്റെ സ്റ്റോഷിയോമെട്രി 2 ആണ്. അപ്പൊ ഇത് 0.6 കിട്ടും, ഇത് 0.35 കിട്ടും. എന്ന് പറഞ്ഞാൽ ഇതിൽ ആരാണോ ലോവസ്റ്റ് വന്നത് അതാണ് എന്റെ ലിമിറ്റിംഗ് റിയേജന്റ്. സോ ഇവിടെ എനിക്ക് ലിമിറ്റിംഗ് റിയേജന്റ് ആയിട്ട് ആരാന്ന് പറയാം? ബി ആണ് ലിമിറ്റിംഗ് റിയേജന്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓപ്ഷൻ എയും എലിമിനേറ്റ് ചെയ്യും. നമുക്ക് ഈ ഒരു ഓപ്ഷനും പോയി. സോ നമുക്ക് ഓപ്ഷൻ 3 ആണ് കിട്ടിയിരിക്കുന്നത്. ബട്ട് നമ്മൾ കൺഫേം ചെയ്യണം ആണല്ലോ. യെസ്. അപ്പൊ നമുക്ക് നോക്കാം. ഇതേ റിയാക്ഷൻ എന്നോട് എഴുതുന്നു. A+2B gives AB2. ഓക്കെ. അപ്പൊ ബി എന്ന് പറയുന്നത് 0.7 മോൾസ് ആണ് ലിമിറ്റിംഗ് റിയേജന്റ് ഉള്ളത്. ബി 0.7 ആണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ എ എത്ര ഉണ്ടാവണം? 0.35 ആണ് ഉണ്ടാവുന്നത്. ബിന്റെ പകുതിയാണ് ഉണ്ടാവുക മോൾസിൽ. അങ്ങനെയാണെങ്കിൽ AB2 എത്ര ഉണ്ടാവണം? 0.35 ഉണ്ടാവണം. അപ്പൊ എ റിമൈനിങ്, എ ഇനീഷ്യലി നിങ്ങൾക്കറിയാം, എ ഇനീഷ്യലി ഉണ്ടായിരുന്നത് 0.6 ആണ്. അതിൽ 0.35 ഇപ്പൊ കൺസ്യൂം ചെയ്യപ്പെട്ടു. 0.25 മോൾസ് ഓഫ് എ ആണ് റിമെയിൻ ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ. അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയാം എ റിമൈനിങ് unreacted or I can write amount of A unreacted is equal to 0.25 into A ന്റെ weight 60. ഓക്കെ ആണല്ലോ. യെസ്. or that is equal to 15 gram.
സോ ഓപ്ഷൻ ഡി ശരിയാണ്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം. എമൗണ്ട് ഓഫ് AB2 formed. AB2 formed എത്രയാണ്? That is equal to 0.35 into 220. Okay. So that will be equal to 0.35 into അല്ലെങ്കിൽ 3.5 into 22 എന്ന് വരും. 3 into 22 66. 0.5 into 22 11. അപ്പോൾ 3.5 into 22 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ that is actually 77 gram. 77 gram ഉണ്ടാവും. നമ്മൾ സി നോക്കുക. സിയിൽ AB2 ഉണ്ടായത് എത്രയാണ്? 77 gram എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബിയും ശരിയാണ്. ബി നോക്കുക. അപ്പോൾ ബി സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, ഡി സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ എന്ത് വരും? ഓപ്ഷൻ 3 വരും.